ഹായ് ഗൈസ്, നമ്മുടെ ഒരു ചെറിയൊരു ഡൽഹി ട്രിപ്പിനെ പറ്റിയാണ് ഈ വീഡിയോ. യാത്ര തുടങ്ങുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി വരെയാണ്. ഡൽഹിയിൽ എത്തുമ്പോഴേ നല്ല തണുപ്പ് തുടങ്ങിയിരുന്നു. ഡൽഹിയിൽ നമ്മുടെ എയർപോർട്ടിനടുത്ത് തന്നെ ഒരു റൂം എടുത്ത് ഫ്രഷ് ആകുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു മെട്രോ പിടിച്ച് സരോജിനി മാർക്കറ്റിലോട്ട് പോയി. സരോജിനി മാർക്കറ്റിൽ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ബാർഗെയിൻ ചെയ്യാൻ നല്ലോണം അറിയണം, അല്ലാണ്ട് പോയിട്ട് അവിടെ കാര്യമില്ല. പിന്നെ നമ്മൾ നല്ലോണം പറ്റിക്കും. പിന്നെ ഭാര്യയുടെ കൂടെയാണ് പോകണമെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കും, ഇല്ലെങ്കിൽ നമ്മളെ കീശ കാര്യമാവും. ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൂട്ടും പൈസ കുറവായതുകൊണ്ട്. സരോജിനി മാർക്കറ്റിന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പാചകം കിട്ടി. ആരെങ്കിലും ഡൽഹി പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കിട്ടാ, കമൻസിലിട്ടാൽ ഞാൻ അയാളുടെ നമ്പർ തരാം. അയാൾ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നോളൂ ഒരു ദിവസം ഫുള്ള്. 1199 കുത്തുബ്ദീൻ ഐബക്ക് തുടങ്ങി വെച്ച കൺസ്ട്രക്ഷൻ ആയിരുന്നു കുത്തുബ് മിനാർ. മുസ്ലിം ഭരണത്തിൻ്റെ തുടക്കം ആഘോഷിക്കാനായിട്ടായിരുന്നു നിർമ്മിച്ചത്. ഇൽതുമിഷ്, അലാദീൻ ഖൽജി, ഇമാം സമീം ഇവരൊക്കെ ഭരണാധികാരികളായിരുന്നു ആ സമയത്തുള്ള. അവരുടെയൊക്കെ ശവകുടീരങ്ങൾ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല പഴക്കമേറിയ കെട്ടിടങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു കാഴ്ചയാണ് അവിടെ. ഒരുപാടൊക്കെ തകർന്നു പോയിട്ടുണ്ട്, നമുക്കത് കാണാൻ സാധിക്കും. ഒരുപാട് വർഷങ്ങളായില്ലേ അതുകൊണ്ട്. എന്നാലും കുത്തുബ് മിനാറിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. വലിയ ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ഇവിടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എസ്തെറ്റിക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളായിരുന്നു ഇതൊക്കെ. ഷാറൂഖ് ഖാൻ്റെ സിനിമയിലെല്ലാം കാജോളിനെ പോലെയാണ് ഇവളുടെ നടത്തം കണ്ട. അണ്ണാരക്കണ്ണനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ക്യാമറാമാൻ്റെ അടുത്തേക്കാണ് ഈ അണ്ണാരക്കണ്ണൻ വരുന്നത്. എന്താണെന്നറിയില്ല, എന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അവൾ കുറേ വിളിച്ചു നോക്കി, പക്ഷെ വന്നില്ല. ഇതൊക്കെ നമ്മളുടെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പറയാനൊക്കെ അറിയാം. റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന സ്ഥലമാണിത്. പിന്നെ റിപ്പബ്ലിക് ഡേ അല്ലേ, അതിൻ്റെ ഒരു തിരക്കായതുകൊണ്ട് അവിടെ ഒന്നും അധികം ആൾക്കാരൊന്നും കണ്ടില്ല. പരേഡിൻ്റെ പ്രാക്ടീസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഗേറ്റിൽ ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് അധികം ഇറങ്ങിയില്ല, മടിയായി. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഹുമയൂൺസ് ടോംബിലോട്ടാണ്. മുഗൾ ഭരണാധികാരിയായ ഹുമയൂണിൻ്റെ ആദ്യത്തെ ഭാര്യ ബീഗം ഹുമയൂണിൻ്റെ മരണശേഷം പണിയിച്ചതാണ് ഈ ഹുമയൂൺസ് ടോംബ്. 1569 പണിയാൻ തുടങ്ങിയത് 1570 അവസാനിച്ചത്. ഒരു വർഷം കൊണ്ട് ഇത് പണിതെടുക്കി. അതായത് ഹുമയൂണിൻ്റെ മരണശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഹുമയൂണിൻ്റെ ഭാര്യ ഈ ശവകുടീരം പണിതത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പൂന്തോട്ട ശവകുടീരം എന്നാണ് പറയപ്പെടുന്നത് ഈ ഹുമയൂൺസ് ടോംബാണ്. റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ഈ മോണ്യുമെൻ്റ് പണിതിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലിടാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ പിന്നെ അങ്ങനെ ഓക്കെ, ബൈ.